I love Muhammad, I love Muhammad, I love Muhammad. I love Muhammad. I love Muhammad. അമ്മേ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഐ ലവ് മുഹമ്മദ് എന്നൊക്കെ അതും നമ്മുടെ ഇന്ത്യ രാജ്യത്തോ അതും നമ്മുടെ യു പിയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെയാണോ നീ പറയുന്നത്? നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് കലാപം ഉണ്ടാവില്ലേ? ഐ ലവ് മുഹമ്മദ് എന്നുള്ള സ്ലോഗനൊക്കെയാണോ വിളിക്കുന്നത്? പുതിയ പാരമ്പര്യം ഉണ്ടാക്കുകയാണോ നിങ്ങൾ? I love Muhammad. I love Muhammad. मैं मोहम्मद के सिद्धांत पर चलने वाला 21वीं सदी का पहला इस्लामी हूँ। 21वीं सदी का पहला इस्लामी हूँ जो मोहम्मद के बताए हुए मार्ग पर चल रहा। ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമും അതും നിങ്ങളെപ്പോലത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഐ ലവ് മുഹമ്മദ് എന്നും പറഞ്ഞ സ്ലോഗനൊക്കെ വിളിച്ച് അല്ലെങ്കിൽ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു? ഞങ്ങളതിൽ പോസ്റ്റർ മാറ്റാൻ പോവാണ്, നിങ്ങൾക്കെതിരെ FIR കൂടെ ഇടാൻ പോവാണ്. കാരണം നിങ്ങൾക്ക് അറിയില്ല UP ആരാ ഭരിക്കുന്നത് എന്നുള്ളത്. और यही डेंटिंग पेंटिंग आपने देखा होगा कल बरेली के अंदर हो मौलाना भूल गया कि शासन किसका है, ना भूल गया कि शासन किसका है। अब उत्पातियों और उपद्रवियों को पता लगेगा कि 7 पीढ़ियां याद आएंगी उनको। कभी कभी बुरी आदतें जाती नहीं लोगों की, तो उसके लिए उनकी डेंटिंग पेंटिंग करवानी पड़ती है कायदे से। हमने कहा जाम नहीं होगा, कर्फ्यू भी नहीं लगेगा, लेकिन कर्फ्यू का सबक तुम्हें ऐसा सिखा देंगे कि तुम्हारी आने वाली पीढ़ी दंगा करना भूल जाएगी। दंगे होते थे, दंगाइयों को मुख्यमंत्री आवास में बुला के सम्मानित किया जाता था, दंगाइयों की अवगत होती थी। पर्व और त्योहारों के दौरान കേട്ടല്ലോ, UP ആരാ ഭരിക്കുന്നത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇമാതിരി പുതിയ പരിപാടികളും അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള സ്ലോഗനോ മുദ്രാവാക്യങ്ങളോ ഒന്നും കൊണ്ട് കൊണ്ടുവരണ്ട. ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ്. രാജ്യത്ത് നീ ഒരു കലാപം ഉണ്ടാക്കാനുള്ള സ്ലോഗനാണ് ഐ ലവ് മുഹമ്മദ്. ഞാൻ മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്നു, ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു. ഐ ലവ് രാമ പറയാവോ? ഐ ലവ് ജീസസ് പറയാവോ? ഐ ലവ് മഹാദേവ പറയാവോ? ഐ ലവ് യോഗി, ഐ ലവ് മോദി ഇതൊക്കെ പറയാം. അതൊന്നും കുഴപ്പങ്ങളുള്ള കാര്യങ്ങളല്ല. ഐ ലവ് മുഹമ്മദ്, മുഹമ്മദാണ് അവിടെ പ്രശ്നം അല്ലേ? അതെ, മുഹമ്മദ് പ്രശ്നമാണ്. മുഹമ്മദ് ആരാ? മുസ്ലിം. മുസ്ലിമിന്റെ പേര്, മുസ്ലിമിന്റെ നബി, മുസ്ലിമിന്റെ പ്രവാചകൻ. നീ എങ്ങനെ ആ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞൊരു പോസ്റ്റർ അടിക്കുന്നത്? ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, ഇത് മതേതര രാജ്യമല്ല. അത് പണ്ട് 2014 മുമ്പ്. ഇതിപ്പം മോദിജി ഭരിക്കുന്ന ഹിന്ദുത്വ രാജ്യമാണ്. ഇവിടെ ഒരു മുഹമ്മദും വേണ്ട, ഒരു ജീസസും വേണ്ട, ഒരു ജീസസ് ക്രൈസ്റ്റും വേണ്ട. ഇവിടെ ഒരേ ഒന്ന് മതി, രാമൻ, അതല്ലെങ്കിൽ മഹാദേവൻ, അതല്ലെങ്കിൽ യോധി, മോഗി, ഓഗി, ഇതൊക്കെ മതി. ഇതല്ലാത്ത ഒരു പരിപാടികളും ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്ത് വേണ്ട. കേട്ടല്ലോ? അതുകൊണ്ട് നീ ഈ ഒരു പോസ്റ്റർ ഇവിടെ എഴുതി ഒട്ടിച്ചതിൻ്റെ പേരിലും നീ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞതിന്റെ പേരിലും നിനക്കെതിരെ FIR ഇട്ട് കേസെടുക്കുന്നു. നീയല്ല, ആയിരക്കണക്കിന് ആൾക്കാർക്കെതിരെ. आई लव मोहम्मद, आई लव मोहम्मद, आई लव मोहम्मद कि हम प्यार से, भाईचारे से, मोहब्बत के साथ रहें। लेकिन ये लोग धर्म की राजनीति नहीं कर रहे हैं, ये तानाशाही, हिटलरशाही की राजनीति कर रहे हैं। ये एक समुदाय के लोगों को डराने और धमकाने का काम कर रहे हैं। और इसी वजह से कानपुर के अंदर एक व्यक्ति ने अपनी दुकान के आगे अगर आई लव मोहम्मद लिख के लगा दिया तो उन पर FIR दर्ज हो गई। धिक्कार है ऐसे प्रशासन पर जो इस तरीके की घिनौनी हरकत कर रहा है। ये हमारा मौलिक अधिकार है और ये संविधान भी हमें इसकी इजाजत देता है और मेरा धर्म तो मुझे देता ही है इसकी इजाजत। वो हमारे एक ऐसे मैसेंजर है जिन्होंने ऐसा मैसेज दिया है कि लड़की को जीवित रखने का, ठीक, अधिकारों का, मूल्य का। ये मनुवादी सरकार जो है ये हमारे देश में हिंसा भड़का रही है। आई लव मोहम्मद मैं कहता हूँ, यहाँ के सारे लोग कहते हैं। और उस दिन जहाँ आप खड़ी 2 त्योहार थे, उसी दिन गणेश चतुर्थी भी थी, उसी दिन मोहम्मद साहब का जुलूस भी निकाला गया था जो उनके आगमन पर होता उनके बर्थडे पे। तो यहाँ कोई ऐसी बात नहीं पूरी दिल्ली शहर में नहीं हुई है। കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു 20 ദിവസങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രൊട്ടസ്റ്റാണ് ഐ ലവ് മുഹമ്മദ് പ്രൊട്ടസ്റ്റ്. അതിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന BJPയുടെ നേതാക്കന്മാരെയും നമ്മുടെ BJP മുഖ്യമന്ത്രിമാരെയും BJP നേതാക്കളെയും നമ്മൾ കണ്ടു അല്ലേ? എന്താണ് തെറ്റ്? ഐ ലവ് മുഹമ്മദ് എന്നുള്ള പുതിയൊരു സമ്പ്രദായം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഈ രാജ്യത്തേക്ക്. യോഗി മരിക്കുന്ന ഉത്തർപ്രദേശിലോട്ട് അല്ലെങ്കിൽ മോദി ഭരിക്കുന്ന ഇന്ത്യയിലോട്ട് ഇത് കൊണ്ടുവരാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. നബിദിനത്തിന്റെ ഭാഗമായിട്ട് അങ്ങ് ഉത്തർപ്രദേശിലെ ബറേലിയിലെ ഐ ലവ് മുഹമ്മദ് എന്നുള്ള പോസ്റ്റർ ഒട്ടിച്ചു. ഈ നബിദിനത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ഘോഷയാത്രാ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പള്ളികളിലും മറ്റ് സ്ഥലങ്ങളിലും ഐ ലവ് മുഹമ്മദ് എന്നുള്ള പോസ്റ്ററുകൾ ഒട്ടിച്ചു. അങ്ങനത്തെ പ്ലക്കാർഡുകൾ നിങ്ങൾ പിടിച്ചു ആ ഒരു യാത്ര നടന്നു.
അതിനുശേഷം അവിടെ നടന്നത് ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഒട്ടിക്കാൻ പാടില്ല. അതും ഹിന്ദുക്കൾ പോകുന്ന വഴികൾ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ സ്ഥലങ്ങളിലോട്ടും അല്ലെങ്കിൽ അതുകൂടെ പോകുന്ന റോഡുകളിലും ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ വരാൻ പാടില്ല. ഇതെല്ലാം റിമൂവ് ചെയ്യണം. ഇനി അത് മാത്രമല്ല, ദസറയുടെ ഒരു ആഘോഷം വരുന്നുണ്ട്, അല്ലെങ്കിൽ ദസറയുടെ ഘോഷയാത്ര പോകുന്ന വഴികളാണ്, അവിടെ ഒന്നും ഇത്തരത്തിലുള്ള ബോർഡുകൾ പാടില്ല. കേസെടുത്തു, FIR ഇട്ടു. ആ പോസ്റ്ററുകൾ വലിച്ചു കീറിയ സമയത്ത് ഏതോ ഹിന്ദുക്കളുടെ പോസ്റ്ററുകളും കൂടെ വലിച്ചു കീറി എന്നുള്ളൊരു പേരു ദോഷവും കൂടെ അവിടെ വന്നു. നേരിട്ട് FIR ഇടാണ്, പോസ്റ്ററുകൾ വലിച്ചു കീറുകയാണ്. അത് കേട്ടിട്ട് അവിടുത്തെ മുസ്ലിങ്ങൾ ഒരു പ്രൊട്ടസ്റ്റിന് ഒരുങ്ങുകയാണ്. അതെ, ഐ ലവ് മുഹമ്മദ് എന്നുള്ള പോസ്റ്റർ ഞങ്ങൾ ഇനി ഒട്ടിക്കും, ഞങ്ങൾ ആ പ്ലക്കാർഡും പിടിച്ച് റോട്ടിലൂടെ നടക്കും. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് ഒരു വെള്ളിയാഴ്ച ഇറങ്ങണമെന്ന്. അവരിറങ്ങുന്നു, അവിടെ ലാത്തിചാർജ് വരുന്നു. ആ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ അതിന് എതിരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്ലക്കാർഡ് പിടിച്ചത് ഈ സമൂഹത്തിനെതിരെയാണ്, അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ഒരു മാർഗമായിട്ട് കാണുന്നു എന്നും പറഞ്ഞിട്ട് പോലീസ് ഈ പറഞ്ഞ ഈ ഒരു പ്രൊട്ടസ്റ്റിനെ അടിച്ചു നിരത്തി അവരെ മാക്സിമം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നുള്ള ഒരു കാര്യങ്ങൾ സ്വീകരിച്ചു പോകുന്ന ഒരവസ്ഥയായിരുന്നു. रूह निकलने जाएगी तब भी कहेंगे और रूह निकल जाएगी तो हमारी लाश भी कहेगी आय लव मोहम्मद. നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകതരം ഇന്ത്യയാണ് അല്ലേ? നമ്മൾ ഇപ്പോഴത്തെ പ്രത്യേകതരം ഇന്ത്യയിൽ നമ്മൾ ഹനുമാൻ ചാലിസ പറഞ്ഞു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലോട്ടുള്ള പള്ളികൾ മറയ്ക്കണം എന്നാണ്. അതല്ലെങ്കിൽ ശ്രീരാമ നവമി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ വഴിയിലൂടെ പോകുന്ന പള്ളികൾ മറയ്ക്കണം, മുസ്ലിം പള്ളികൾ മറയ്ക്കണം, മുസ്ലിം വീടുകൾ മറയ്ക്കണം, മുസ്ലിങ്ങളെ കടകൾ തുറക്കാൻ പാടില്ല, മുസ്ലിങ്ങളെ കടകളുടെ മുകളിൽ ആ കടയുടെ ഉടമസ്ഥൻ്റെ പേര് എഴുതി വെക്കണം, കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പാടില്ല. അത് കുഴപ്പമില്ല, അതൊരു വിഷയമേ അല്ല, അതങ്ങനെ നടക്കും. ജയ് ശ്രീരാം വിളിച്ച് നീ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഏതൊരു മുസ്ലിം ആണെങ്കിലും നിന്നെ അവരടിക്കും. നീ ജയ് ശ്രീരാം വിളിക്കണം, ജയ് ശ്രീ മഹാദേവ വിളിക്കണം, ശംഭു മഹാദേവ എന്ന് വിളിച്ചിട്ടില്ല, നിന്നെ അടിക്കും. പക്ഷെ നിനക്ക് ഐ ലവ് മുഹമ്മദ് പോസ്റ്റർ വെക്കാൻ പാടില്ല. നീ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊല്ലും. നിനക്ക് ഐ ലവ് മുഹമ്മദ് പോസ്റ്റർ വെക്കാൻ പാടില്ല. നീ പോകുന്ന വഴിയിലൂടെ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഹനുമാൻ ചാലിസ്, അതല്ലെങ്കിൽ രാമനവമിയുടെ യാത്രകളോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാവടിയാട്ടത്തിന്റെ യാത്ര എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം അതിന്റെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയും. നിന്റെ വണ്ടി വിട്ട് കഴിഞ്ഞാൽ കൊന്ന് ഞങ്ങൾ അടിച്ച് തരിപ്പണമായി കളയും. നിന്റെ കടകളോ നിന്റെ വീടോ നിന്റെ പള്ളിയോ ഞങ്ങളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തീർത്ത് കളയും. പക്ഷെ നീ ഐ ലവ് മുഹമ്മദ് പറയാനോ അത് പാടാനോ അതിൻ്റെ പോസ്റ്റർ വെക്കാനോ പാടില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ. അത് മനസ്സിലാക്കി ജീവിച്ചാൽ നിനക്ക് നന്ന്. അതല്ലെങ്കിൽ ഞങ്ങൾ തീർത്ത് കളയും, ഇതുപോലെ ഞങ്ങൾ തീർക്കും. ഇനി ഇതും ഏറ്റു പറഞ്ഞിട്ട് അങ്ങ് ഗുജറാത്തിലും അതല്ലെങ്കിൽ അങ്ങ് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും നിങ്ങൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ പോസ്റ്റർ വെച്ച് ഇറങ്ങില്ലേ, അതിന് പകരം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? കണ്ടോ, ഐ ലവ് മഹാദേവ, ഐ ലവ് യോഗി, ഐ ലവ് ബുൾഡോസർ രാജ, ഐ ലവ് ശിവ, ഐ ലവ് രാമ. ഞങ്ങൾ നിങ്ങൾ എതിർക്കാൻ പോവുകയാണ് ഇങ്ങനെ പോസ്റ്ററുകൾ വെച്ചിട്ട്. जय श्री राम, हर हर। देखिए, हमारा सनातन धर्म किसी के प्रति विरोध करना नहीं सिखाता है. वो आई लो मोहम्मद बोले या कुछ भी बोले, वो उनका धर्म है, वो उनका भगवान कहला जाता है. हम आई लो महादेव बोलेंगे, आई लो जय श्री राम बोलेंगे, आई लो बजरंगबली बाबा बोलेंगे. क्यों? क्योंकि हमारा सनातन धर्म है और ये आज का धर्म तो है नहीं. हम उनका धन्यवाद कहना चाहते हैं कि उन्होंने आई लो मोहम्मद लिखा, तो हमारे लोगों को जागरूक तो किया कि भाई जागो, उठो और आई लो महादेव बोलो. बराबर है. तो हम उसका विरोध करने नहीं आए पे, हम यहाँ पे हमारे सनातन धर्म का प्रचार करने आए हैं कि देखो भाई, जब लोग जागरूक हो सकते, आई लो मोहम्मद कह सकते, तो हम आई लो महादेव क्यों नहीं कह सकते? तो हम किसी के प्रति यहाँ पे उनको विरोध जताने नहीं आए. वो करे, बड़ा पर्व करे. हमारे तो नारा भी नहीं है कि सर तन से जुदा. हमारा सनातन धर्म ये सिखाता ही नहीं है. वो अपना काम कर रहे हैं, हम हमारा काम कर रहे हैं. आई लो महादेव है, आई लो महादेव रहेगा, बाप तो बाप रहेगा. അപ്പം നമുക്ക് തോന്നും ഇത്രയും കാലം നിങ്ങൾ ജയ് ശ്രീരാമും ജയ് മഹാദേവ ജയ് ശിവശംഭു ഒക്കെ വിളിച്ച് നടന്നിട്ടില്ലേ, പിന്നെ എന്തുകൊണ്ട് ഐ ലവ് മുഹമ്മദ് പോസ്റ്റർ കണ്ടപ്പം അത് ഞങ്ങൾക്കൊരു വാശിയാണ്. ഐ ലവ് മുഹമ്മദ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഞങ്ങളൊന്നും അല്ലാത്തവരായി പോയില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ രാമനോടും ഞങ്ങളുടെ ശിവനോടും ഞങ്ങളുടെ യോഗിയോടും ഞങ്ങളുടെ മോദിയോടും ഞങ്ങൾക്ക് സ്നേഹം കാണിക്കാൻ ഞങ്ങളും നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഈ പറഞ്ഞതിനെതിരെ പ്രൊട്ടസ്റ്റ് ആയിട്ട് ഞങ്ങളിതാ പുതിയ ഹാഷ്ടാഗ് ഇറക്കാൻ പോവാണ്. ഐ ലവ് മഹാദേവ, ഐ ലവ് യോഗി, ഐ ലവ് മോദി, ഐ ലവ് അങ്ങനെ പലത്. ഈ ഒരു ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്റർ കാണുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്
ഈ നാട്ടിലെ സംഘികളാണോ? അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളിങ്ങനെ പേടിക്കുന്നത്? എന്തിനാണ് ഒരു ഐ ലവ് മുഹമ്മദ് ഒരു മുസ്ലിം അവൻ്റെ മനസ്സിൽ നിന്ന് അവൻ്റെ പ്രവാചകർ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോർഡ് പ്ലക്കാർഡ് അവൻ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ, അതവൻ പോകുന്ന വഴിയിലൂടെ നടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾക്ക് പേടിയാണോ നിങ്ങളുടെ ദൈവത്തിനോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് പോകുന്നത്? ഐ ലവ് മഹാദേവ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ശിവനോടുള്ള ഇഷ്ടം പോകുന്ന നിങ്ങൾക്ക് പേടിയാണോ? ഐ ലവ് രാമ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ രാമനോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് പോകുന്നു പേടിയാണോ? അപ്പം നിങ്ങൾ ആരെ പേടിക്കുന്നത്? നിങ്ങളുടെ ഭക്തി അത്രയേ ഉള്ളൂ? കപട ഭക്തിയായിരുന്നോ? ജയ ശ്രീറാം വിളിച്ചിട്ടില്ലെങ്കിൽ കൊല്ലുന്നത് കപട ഭക്തിയായിരുന്നു? അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ പോകുമ്പോൾ സൈഡിലുള്ള എല്ലാ റോഡുകളും മറ്റ് മുസ്ലിം പള്ളികളും അടച്ചു തീർക്കണം, അല്ലെങ്കിൽ അത് കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹനുമാൻ പള്ളിയിലോട്ട് കയറിപ്പോന്ന് വിചാരിച്ചു നിങ്ങൾ? നിങ്ങളുടെ കാവടി ഓടുന്ന സമയത്ത് ഈ സൈഡിലുള്ള മുസ്ലിം കടകളും മുസ്ലിം പള്ളികളും ഒക്കെ അടച്ചിട്ടില്ലെങ്കിൽ അങ്ങോട്ട് കയറിപ്പോകും? നിങ്ങളുടെ ഭക്തി നേരെ പള്ളിയിലോട്ട് പോകുന്ന പേടിയാണോ നിങ്ങൾക്ക്? അപ്പം നിങ്ങളാണോ പേടിക്കുന്നത്? ഈ രാജ്യത്ത് വെറും 14% മുസ്ലിങ്ങൾ എന്തെങ്കിലും ഒരു ഐ ലവ് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോഴേക്കും ഈ രാജ്യത്ത് 70-80% ഹിന്ദുക്കളായിട്ടുള്ള നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലെ സംഘികളായിട്ടുള്ള നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഇത്രയൊക്കെ നിങ്ങളുടെ ഈ പറഞ്ഞ ഭക്തിയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതാണോ നിങ്ങൾ വലിയ ഭക്തരാന്ന് പറഞ്ഞാക്കുന്നത്? കപട ഭക്തിയാണോ നിങ്ങളുടേത്? കഷ്ടം. ഇന്ത്യയാണ് കേട്ടോ. ഈശ്വർ അല്ലാ തേരോ നാം സബ്സേ സമ്പത്തി ദേ ഭഗവാൻ. ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു 15 വർഷം മുമ്പ് വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നമ്മൾ. അതിനുശേഷമാണ് ഇതൊക്കെ മാറിയത്, എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ഐ ലവ് മുഹമ്മദ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഐ ലവ് മഹാദേവ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ തീർന്നു പോകും ഹിന്ദു എന്നുള്ള തോന്നൽ വരുന്നത്. നിങ്ങളുടെ യാത്രകളും നിങ്ങളുടെ ഭജനകളും നിങ്ങളുടെ മറ്റു കാര്യങ്ങളും റോട്ടിലൂടെ പോകുമ്പോൾ മുസ്ലിം പള്ളികൾ മറച്ചു കളയണം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞത് ഈ കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ ഇടയ്ക്ക്. അതിനു മുമ്പ് ഇന്ത്യയിൽ സമാധാനത്തോടും സുഖത്തോടും ജീവിച്ചിരുന്നു. ഇടയ്ക്കൊക്കെ കലാപുണ്ടാക്കാൻ അങ്ങ് ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ഗുജറാത്തിൽ കലാപുണ്ടാക്കാനൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പത്രം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഭരണം കിട്ടി. ഇപ്പം നിങ്ങൾ അത് ഏറ്റവും കൂടുതൽ ബോസാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ? ഐ ലവ് മുഹമ്മദ്, ഐ ലവ് മുഹമ്മദ്, ഐ ലവ് മുഹമ്മദ്.